നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശ്യാമയല്ലേ പപ്പിയുടെ അമ്മ? അല്ല, പപ്പിയെ പ്രസവിച്ചത് ശാലിനിയാ. നിന്റെ ഭാര്യ ശ്യാമയ്ക്ക് കുട്ടികൾ ഉണ്ടാവില്ല. പിന്നെ എങ്ങനെയാ അവള് പപ്പിയെ പ്രസവിക്കുന്നത്? ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ഞാൻ ഒരിക്കലും ഇത് വിശ്വസിക്കില്ല. സംശയം ഉണ്ടെങ്കിൽ നീ ആ ഡോക്ടറിന്റെ അടുത്ത് പോയി ചോദിക്ക്. അവര് പറയും സത്യങ്ങളല്ല. ശാലിനി, ശ്യാമ, ശാരദ, പിന്നെ ഡോക്ടർ. ഇവരിൽ ഇതുവരെ ഒതുങ്ങി ആ രഹസ്യം. ഇനിയുണ്ട് ചതിയുടെ വേറൊരു കഥ. രോഹിത്തെ, നിന്നെ ഒരു മകനെ പോലെ സ്നേഹിച്ച് സത്യഭാമ കൂടെ നിർത്തിയിരിക്കുന്നു. ആ വീട്ടില് വിഷ്ണു കഴിഞ്ഞാൽ നിനക്കും ഒരു സ്ഥാനമുണ്ട്. ഒരുപക്ഷെ വിഷ്ണുവിനേക്കാൾ. എന്തിന്? ആ ചോദ്യത്തിലുള്ള ഉത്തരത്തിലുണ്ട് നിന്റെ അമ്മയുടെ മരണത്തിന് പിന്നിലെ അറിയാത്ത കഥ. അതെന്റെ പൊന്നുമോൻ അറിയണ്ടേ? അമ്മയും തീർത്തതായിരിക്കും സത്യഭാമ. എല്ലാം സത്യഭാമയുടെ അറിവോടുകൂടി തന്നെയാ നടന്നിട്ടുള്ളത്. അതിന് പ്രായശ്ചിത്തം എന്ന പേരിലാ നിന്നെ ഏറ്റെടുത്തത്. രോഹിത്തെ, കൊന്നാ പാപം തിന്നാ തീരുമെന്ന് പറയുന്നത് പോലെ നിന്നെ അവരിപ്പോ ശരിക്കും തിന്നോണ്ടിരിക്കുക. എല്ലാത്തിനും ഞാൻ തീർക്കും. എന്നോട് കാണിച്ച നെറുകേടിന് എണ്ണി എണ്ണി പ്രതികാരം ചെയ്യണം. ഞങ്ങള് സാധാരണ കൂട്ടത്തിൽ കൂട്ടുന്നത് നല്ല ചുണയുള്ള ആമ്പിളേരെയാ. അടിക്കാൻ പറഞ്ഞ അടിക്കണം. പിന്നെ കൊല്ലാൻ പറഞ്ഞ കൊല്ലണം. എന്താ പറ്റും നിനക്ക്? പറ്റും. എങ്കിൽ ആദ്യം വേണ്ടത് സത്യഭാമ എന്ന വൻമരത്തിന്റെ ചില്ലകൾ അറുക്കുക എന്നുള്ളതാ. ഓരോ ശാഖകളും അറുത്തറുത്ത് അവരെ ഒറ്റാന്തടിയാക്കണം. അതിന് സമൂഹത്തിന് മുന്നിൽ അവരെ ഒറ്റപ്പെടുത്തണം. അവരുടെ മാന്യത ഇല്ലാതാക്കണം. എന്താ പറ്റുമോ നിനക്ക്? പറ്റുമെങ്കിൽ നമുക്കൊന്നിച്ച് നിൽക്കാം. നീ നിന്ന് തന്നാ മാത്രം മതി. സമ്മതം. എന്നെ മണ്ടനാക്കിയവർക്ക് മുന്നിൽ എനിക്കെന്റെ കഴിവ് തെളിയിക്കണം. അതിനെന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.